നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. പോരാട്ടം സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി യുവനടി റിനി. ഏതെങ്കിലും വ്യക്തിയെയോ പ്രസ്ഥാനത്തെയോ അപകീർത്തിപ്പെടുത്തുന്നതിനല്ല, മറിച്ച് സ്ത്രീ സംരക്ഷണത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് താൻ നടത്തിയതെന്ന് യുവനടി റിനി ആൻ ജോർജ് പറഞ്ഞു. രാഷ്ട്രീയ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ധാർമ്മികതയും മാന്യതയും പുലർത്തേണ്ടതിൻ്റെ അനിവാര്യത തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് താൻ രംഗത്ത് വന്നതെന്നും അവർ പറഞ്ഞു. റിനി ഇന്നലെ നടത്തിയ ഗുരുതരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെച്ചതിനെ സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു റിനി. തൻ്റെ പോരാട്ടത്തിന് ഒട്ടേറെ മനസ്സുകളുടെ പിന്തുണ ലഭ്യമായി എന്നും ആദ്യം തെറ്റിദ്ധരിച്ചവർ അത് തിരുത്തിയെന്നും അതിൽ സന്തോഷമുണ്ടെന്നും അവർ പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ച 9 വയസ്സുകാരുടെ സഹോദരനും രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട് താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ച 9 വയസ്സുകാരി അനയയുടെ സഹോദരനും രോഗം സ്ഥിരീകരിച്ചു. 7 വയസ്സുകാരനായ സഹോദരന് ഇന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുട്ടിക്ക് ചികിത്സ ആരംഭിച്ചതായും ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. വീടിന് സമീപത്തെ കുളത്തിൽ കുട്ടിയും കുളിച്ചിരുന്നു. ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 4ആയി. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് പിന്നാലെ ഷാഫി പറമ്പിനെതിരെയും തടനീക്കം. തിരുവനന്തപുരം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെച്ചതിന് പിന്നാലെ ഷാഫി പറമ്പിൽ MPക്കെതിരെയും പടനീക്കം നടക്കുന്നതായി സൂചന. ആരോപണ വിധേയനായ രാഹുലിനെ ഷാഫി സംരക്ഷിച്ചെന്നും പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിൽ രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്നുമാണ് പാലക്കാട്ടെ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഹൈക്കമാൻഡിന് പരാതി നൽകിയിരിക്കുന്നതെന്നറിയുന്നു. രാഹുലിനെതിരെ ആരോപണമുയർന്നിട്ട് ഇതുവരെയും ഷാഫി പറമ്പിൽ MP പ്രതികരിച്ചിരുന്നുമില്ല. പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് നഗ്ന ഫോട്ടോകൾ അയപ്പിച്ച പ്രതി പിടിയിൽ. ഇൻസ്റ്റഗ്രാം മുഖേന പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് നഗ്ന ഫോട്ടോകൾ കൈക്കലാക്കിയ പ്രതിയെ മാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചേവായൂർ ഇരിങ്ങാടൻ സ്വദേശി താഴേക്കളത്തിൽ അശ്വിൻ അരവിന്ദനാണ് അറസ്റ്റിലായത്. പെൺകുട്ടിയെ ഇൻസ്റ്റഗ്രാം വഴിയാണ് നഗ്ന ഫോട്ടോകൾ യുവാവ് സംഘടിപ്പിച്ചത്. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊച്ചിയിൽ കേസ്. ആരോപണ വിധേയനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും ബാലാവകാശ കമ്മീഷനിലും പരാതി. സ്ത്രീയെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തിയെന്നും ഗർഭസ്ഥ ശിശുവിൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലായ്മ ചെയ്യാനും ശ്രമിച്ചു എന്നും പറഞ്ഞാണ് പരാതി നൽകിയിട്ടുള്ളത്. സ്ത്രീയെ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തുന്നതായുള്ള ശബ്ദ സന്ദേശം പുറത്തു വന്നതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എറണാകുളം സ്വദേശി അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ ആണ് പരാതി നൽകിയിരിക്കുന്നത്. പ്രതികരിച്ചു പത്മജയും. ആരോപണ വിധേയനായി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ BJP നേതാവ് പത്മജ വേണുഗോപാലും. രാഹുലിൻ്റെ പേര് പരാമർശിക്കാതെയാണ് പത്മജ വിമർശനവുമായി രംഗത്ത് വന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള ആരോപണങ്ങൾ ചെറുതാണെന്നും ഇതിലും വലിയ ആരോപണങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ എന്നും അവർ പറഞ്ഞു. ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നടപടിയാണ് കോൺഗ്രസ് നേതൃത്വം എടുക്കുന്നതെന്നും അവർ വിമർശിച്ചു. കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.